കഴിഞ്ഞ കാലങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പരാജയങ്ങൾ സംഭവിച്ചാലും, എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ സംഭവിച്ചാലും ദൈവത്തിന് സ്തോത്രം, പിന്നെയും ദൈവത്തിന് നിന്നെ ഉപയോഗിക്കാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. പത്രോസേ, നിന്റെ മേലല്ലേ താക്കോല് തന്നത്, നിന്റെ കയ്യിലല്ലേ താക്കോല് തന്നത്. ഈ പത്രോസിനെ ഒന്ന് പഠിച്ചേ. സ്തോത്രം. 3.5 വർഷക്കാലം കർത്താവിനോട് കൂടെ നടന്നിട്ട് സകല നന്മകളും പ്രാപിച്ചിട്ട് മറുരൂപമലയിൽ തേജസ്സുള്ള കർത്താവിനെ കണ്ടിട്ട് തന്റെ പടക് നിറയുന്നത് താൻ കണ്ടിട്ട് കരമടയ്ക്കാതില്ലാതിരിക്കുമ്പോൾ തനിക്ക് വേണ്ടി കരം കൊടുത്ത കർത്താവിനെ പച്ചയ്ക്ക് പറയല്ലേ, എനിക്ക് അവനെ അറിയില്ല. ഇനി അറിയില്ലെന്ന് പറഞ്ഞത് പോകട്ടെ, ആണയിടാനും പ്രാകുവാനും തുടങ്ങിയെന്ന ഒരു ഭാഗത്ത് എഴുതി വച്ചിരിക്കുന്നത്. സ്തോത്രം. അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് ആ മഹാപുരോഹിതന്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് പത്രോസിന് ഒരു നോട്ടം നോക്കുന്നുണ്ട്. വിങ്ങിപ്പൊട്ടി പത്രോസ് മാറി നിന്ന് കരയുമ്പോൾ പിന്നത്തേതിൽ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം കർത്താവിന്റെ ചോദ്യം, പത്രോസേ, ഇവയിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. 3ാമത്തെ ചോദ്യത്തിനകത്ത് പത്രോസിന്റെ ഹൃദയം തകർന്നുപോയി. അവിടെയാണ് താൻ പൂർണ്ണമായിട്ട് അങ്ങ് സമർപ്പിക്കുക. കർത്താവേ, നീ അറിയുന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. നോക്കിക്കേ, കഴിഞ്ഞ കാലങ്ങളെ പരാജയങ്ങളെ നോക്കാതെ ആ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ, സഭയുടെ താക്കോൽ, അധികാരത്തിന്റെ താക്കോൽ എടുത്ത് പത്രോസിന്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ ഒരു കാര്യം അവിടെ നിന്നുണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു പ്രത്യാശയുടെ ദൂതുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചു പോയതൊക്കെ ദൈവം മറന്നു കളയുന്ന ദൈവമാ, നിന്നെ ആഴത്തിൽ സ്നേഹിക്കുന്ന ഒരു ദൈവമാ, നിന്റെ പോരായ്മകളെ കണക്കിടാതെ പിന്നെ നിന്നെ മാറോട് ചേർക്കുന്ന ഒരു ദൈവമാ. ദൈവത്തിന് സ്തോത്രം. പന്നികളോട് കൂടെ വാളവര കഴിച്ച് പന്നിയുടെ സ്മെല്ലുമായിട്ട് നടക്കുന്ന ഒരുവൻ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ഒരപ്പൻ വീട്ടുമുറ്റത്ത് നിന്ന് ഓടിച്ചെന്ന് ആ വഴിത്താരയിൽ വെച്ച് തൻ്റെ മകനെ കെട്ടിപ്പിടിക്കുമ്പോൾ അപ്പൻ നൽകുന്നൊരു സന്ദേശമുണ്ട്, നീ ഇന്നും എൻ്റെ മകൻ തന്നെയാ. നിനക്ക് ചില പോരായ്മകളൊക്കെ സംഭവിച്ചാലും, നിനക്ക് ചില വേദനകളൊക്കെ കടന്നു വന്നാലും, തെറ്റായ ചില തീരുമാനങ്ങൾ നീ എടുത്ത് മുന്നോട്ട് പോയാലും, നീ മടങ്ങി വരാൻ തയ്യാറാണെങ്കിൽ 2 കൈയും നീട്ടി സ്വീകരിച്ച് മുദ്രയുടെ മോതിരം, അധികാരത്തിന്റെ മോതിരം, വീണ്ടെടുപ്പിന്റെ മോതിരം അവന്റെ കയ്യിലേക്ക് ഇട്ടുകൊടുത്തിട്ട് അവനെയും ഭവനത്തിലേക്ക് തിരികെ കയറ്റുന്ന ഒരപ്പനാണ് നമ്മുടെ അപ്പനെങ്കിൽ ഇന്ന് പകൽ ദൈവ പൈതലേ, ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ സംഭവിച്ചു പോയ പരാജയത്തിന്റെ പേരിൽ കുറ്റബോധത്തോടെ ഇന്ന് പകലിൽ ആരെങ്കിലും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ദൈവം നിന്റെ കുറവുകളെ ക്ഷമിക്കുന്ന ദൈവമാണ്. തിരുവചനം ഇപ്രകാരം പറയുന്നു, അത് കടലിന്റെ ആഴത്തട്ടിലേക്ക് ഇട്ട് കളയുന്നൊരു ദൈവമാണ്, അത് പുറകിൽ എറിഞ്ഞു കളയുന്നൊരു ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. അത് ഓർക്കാതെ നിന്നെ സ്നേഹിക്കുന്ന